ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ T10 പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, T10 പാർട്ട് 1 പാർട്ട് 2 വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഒന്നുമില്ല, നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കൺവേ ചെയ്യുന്നു, അതിനോട് അഡീഷണൽ എന്തെങ്കിലും ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും കൺവേ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ മറക്കണ്ട, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓരോ ശരി ഉത്തരത്തിന് 1 മാർക്ക്, തെറ്റുത്തരത്തിന് -1. അപ്പോൾ നെഗറ്റീവ്സ് കുറയ്ക്കുക, സ്കോർ കൂട്ടുക. ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് ഡാഷ് 2004. ഓപ്ഷൻ എ ഫ്രം, ഓപ്ഷൻ ബി സിൻസ്, ഓപ്ഷൻ സി ഫോർ, ഓപ്ഷൻ ഡി ഇൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സിൻസ്. ഇത് നമ്മുടെ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഈ സിൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടൈം പീരീഡ് പറയാൻ വേണ്ടിയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ രീതിയിൽ നമ്മൾ ആൻസർ ഫുള്ള് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ 2004 മുതൽ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് സിൻസ് 2004. ഓക്കെ, ഒരു പീരീഡ് ഓഫ് പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് വരെയുള്ള ഒരു പീരീഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ക്വസ്റ്റൻ അങ്ങനെയല്ലേ, ഐ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് സിൻസ് 2000. അത് 4 അല്ല. 4 എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് പീരീഡിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയാണ് 4 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹാവ് ബീൻ സ്റ്റുഡൻറ്റ് ഫോർ 5 years കണ്ടാ, ഒരു ഡെഫിനിറ്റ്. ഐ ഹാവ് ബീൻ സ്റ്റുഡൻറ്റ് ഫോർ 10 years, ഒരു ഡെഫിനിറ്റ് പീരീഡ്. അപ്പോൾ ഒരു ഡെഫിനിറ്റ് പീരീഡ് നമ്മൾ വരികയാണെങ്കിൽ അവിടെ 4 യൂസ് ചെയ്യുന്നത്. പക്ഷേ പാസ്റ്റിൽ നിന്ന് പ്രസൻറ്റ് വരെയുള്ള ഒരു പീരീഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്, അവിടെ സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ വിൽ മീറ്റ് ഡാഷ് ഓൺ ഫ്രൈഡേ. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ഫോർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺ. ഐ വിൽ മീറ്റ് യു ഓൺ ഫ്രൈഡേ. പ്രിപ്പോസിഷൻ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യമാണ്. നമ്മളെപ്പോഴും ഡേയ്സ് ഓഫ് വീക്കിന് നമ്മളെപ്പോഴും അതിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ തേഴ്സ്ഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ. ഉണ്ടാ, വീക്ക് ഡേയ്സിന് മുന്നിൽ എപ്പോഴും നമ്മൾ ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷനും അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻറ്റ് ദാറ്റ് പാർലമെൻറ്റ് ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് എ twice in a year, ഓപ്ഷൻ ബി thrice in a year, ഓപ്ഷൻ സി once in a year, ഓപ്ഷൻ ഡി none of the above. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ട്വൈസ് ഇൻ എ ഇയർ. ഓക്കെ, പാർലമെൻറ്റിൻ്റെ 2 സെഷൻസിന് തമ്മിലുള്ള ഡ്യൂറേഷൻ. ഓക്കെ, ഒരു സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷൻ തമ്മിലുള്ള ആ ഡിഫറൻസ് എപ്പോഴും 6 മാസം ആയിരിക്കും, 6 months ആയിരിക്കണം. അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും സഭ കൂടിയിരിക്കണം. അപ്പോൾ ഒരു വർഷത്തിൽ അതായത് 12 months ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ ട്വൈസ് 2 തവണ മിനിമം കൂടിയിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്വൈസ് ഇൻ എ ഇയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിലീറ്റഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഓപ്ഷൻ എ 42nd അമെൻമെൻറ്റ്, ഓപ്ഷൻ ബി 44th അമെൻമെൻറ്റ്, ഓപ്ഷൻ സി 46th അമെൻമെൻറ്റ്, ഓപ്ഷൻ ഡി 48th അമെൻമെൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 44th അമെൻമെൻറ്റ്. ഓക്കെ, ഇനിയും റൈറ്റ് ടു പ്രോപ്പർട്ടി പണ്ടൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഈ 44th അമെൻമെൻറ്റ് വഴി അതെടുത്ത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആക്കി. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് ആർട്ടിക്കിളിൻ്റെ ഉള്ളിലാണ് പറയുന്നത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി അറ്റ് പ്രസൻറ്റ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓക്കെ, അറിയാത്തവർ കണ്ടെത്തി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം. വിച്ച് പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ദ റൈറ്റ് ടു അക്യൂസ്ഡ് ടു റിമൈൻ സൈലൻറ്റ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 19, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 20, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ ആൻസർ ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. അതായത് അക്യൂസ്ഡ് പേഴ്സൺസ്, ഓക്കെ, കുറ്റാരോപിതരായ ഒരു വ്യക്തികളുടെ റൈറ്റ്സ് പറയുന്നത് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 3 സബ് ക്ലോസ് ഉണ്ട്. 20 Clause 1 ഉണ്ട്, 20 Clause 2 ഉണ്ട്, 20 Clause 3 ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഓഫ് ഒഫൻസ്. അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഒരു അക്യൂസ്ഡിന് സൈലൻ്റായി ഇരിക്കാനുള്ള
ഓക്കെ, അക്യൂസ്ഡ് സൈലൻ്റായി മിണ്ടാതിരിക്കാനുള്ള റൈറ്റ് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 20 പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ടു കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൈൽഡ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് BNS. ഓപ്ഷൻ എ 2 clause 5, ഓപ്ഷൻ ബി 2 clause 4, ഓപ്ഷൻ സി 2 clause 3, ഓപ്ഷൻ ഡി 2 clause സെക്ഷൻ 4. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 2 clause 3 ചൈൽഡ് എന്താണെന്ന് ഡിഫൈൻ BNSലെ സെക്ഷൻ 2 clause 3 ചൈൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. IPCയിൽ ചൈൽഡ് എന്ന വാക്ക് ഡിഫൈൻ ചെയ്തില്ല. അത് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. BNSൽ 2 clause 3 ചൈൽഡ് ഡിഫൈൻ. ഇനി 2 clause 4 എന്താ ഡിഫൈൻ ചെയ്യുന്നത്? കൗണ്ടർ ഫീറ്റ്. 2 clause കൗണ്ടർ ഫീറ്റ് FEIT കൗണ്ടർ ഫീറ്റ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത് 2 clause 4. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമുക്ക് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പണിഷ്മെൻറ്റ് ഇൻ BNS 2023 ഈസ് എ ഡെത്ത് സെൻറ്റൻസ്, ഓപ്ഷൻ ബി ലൈഫ് ഇംപ്രസൺമെൻറ്റ്, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സർവീസ്, ഓപ്ഷൻ ഡി ഫൈൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കമ്മ്യൂണിറ്റി സർവീസ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കണം, IPCയിൽ 5 types ഓഫ് പണിഷ്മെൻ്റ് ഉള്ളത്. BNSലേക്ക് വന്നപ്പോൾ അത് 6 types ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസാണ്. കമ്മ്യൂണിറ്റി സർവീസാണ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് പണിഷ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ IPCയിൽ സെക്ഷൻ 53 പണിഷ്മെൻറ്റ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത ചോദ്യം. ക്രിമിനൽ കോൺസ്പിറസി ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് BNS. ഓപ്ഷൻ എ 61, ഓപ്ഷൻ ബി 62, ഓപ്ഷൻ സി 63, ഓപ്ഷൻ ഡി 64. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 61 ഓഫ് BNSലാണ് ക്രിമിനൽ കോൺസ്പിറസി എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയും ഇതിൽ പറയുന്ന വേറെ 2 പ്രധാനപ്പെട്ട സെക്ഷൻ 63 റേപ്പിനെ പറ്റി പറയുന്നത്. BNS സെക്ഷൻ 63 റേപ്പിനെ പറ്റി പറയുന്നത്. 64 പണിഷ്മെൻറ്റ് ഫോർ റേപ്പിനെ പറ്റി പറയുന്നത്, റേപ്പിൻ്റെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ 61 ക്രിമിനൽ കോൺസ്പിറസി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, 63 റേപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, 64 അതിൻ്റെ പണിഷ്മെൻറ്റ് പറയുന്നു. ഓക്കെ, നമുക്ക് 9ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. റെമഡി അണ്ടർ ലോ ഓഫ് കോൺട്രാക്ട് ഈസ്. ഓപ്ഷൻ എ ലിക്വിഡേറ്റർ, ഓപ്ഷൻ ബി കൾപ്പബിൾ, ഓപ്ഷൻ സി അൺലിക്വിഡേറ്റഡ്, ഓപ്ഷൻ ഡി അഗ്രസീവ്. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ലിക്വിഡേറ്റഡ് ഡാമേജ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് കോൺട്രാക്റ്റിൽ റെമഡി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ റെമഡി അണ്ടർ കോൺട്രാക്ട് ലോ എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിന് ടേംസ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ അഗ്രേവ്ഡ് പാർട്ടിക്ക് റെമഡി ചോദിക്കാൻ പറ്റും. റെമഡി എന്താ? ലിക്വിഡേറ്റഡ് ഡാമേജ് ആണ്. നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് ആൻ അറസ്റ്റ് വാറണ്ട് ഈസ് ആൻ ഓർഡർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ അഡ്രസ് ടു എ പോലീസ് ഓഫീസർ, ഓപ്ഷൻ ബി സൈൻഡ് സീൽഡ് ആൻഡ് ഇഷ്യൂഡ് ബൈ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി റിട്ടേൺ ഓർഡർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, ഇപ്പോൾ ഇത് BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ കണ്ടെത്തി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന 10 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട അസറി ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആൻസർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അല്ല അറിയാത്തവർ അത് കണ്ടെത്തി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ കണ്ടൻസ് ഒക്കെ ഉറപ്പായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയക്കുക. താങ്ക് യു ഗൈസ്. ബെസ്റ്റ് വിഷസ്.